गुज़श्ता दिनों जम्मू कश्मीर के इलाका पहलगाम में जो हमला हुआ है और 27 जानों का ज़िया हुआ है, हम इसकी पुरजोर मजम्मत करते हैं। इस हमले की आड़ में हिंदुस्तान के मीडिया ने मुझे मोर्द इल्जाम ठहराया, फौरी तौर पर पाकिस्तान पर इल्जाम तराशी की है। ഇത് ലഷ്കർ-ഇ-തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി 2026 ആകുമ്പോഴേക്കും കശ്മീർ പിടിച്ചെടുക്കുമെന്ന് അവകാശപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലറിക്കൊണ്ടിരുന്ന അതേ വ്യക്തിയാണിത്. പാകിസ്ഥാൻ ആർമി ചീഫ് മുനീറിന്റെ വലതു കൈ. ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? നെഹ്റു ചെയ്ത ഒരു മണ്ടത്തരം, സിന്ധു ജല കരാർ മോദി റദ്ദാക്കി, അത്രയുള്ളൂ. അതിനാണ് ഈ തീവ്രവാദി ഇങ്ങനെ കരയുന്നത്. അയ്യോ, ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കല്ലേ, എത്രയും വേഗം ലോകരാജ്യങ്ങൾ ഇടപെടണം, പാകിസ്ഥാന്റെ പാനി ഇന്ത്യ തടയുന്നു, ലേലു. ഞങ്ങൾ കാശ്മീരിൽ ആക്രമണം നടത്തിയില്ല, കാശ്മീരിൽ 10,000-കണക്കിന് പട്ടാളക്കാരെ ഇന്ത്യ അണിനിരത്തിയിരിക്കുന്നു എന്നിങ്ങനെ തുടങ്ങുന്നു കസൂരിയുടെ അലറൽ. गुज़श्ता दिनों जम्मू कश्मीर के इलाका पहलगाम में जो हमला हुआ है और 27 जानों का ज़िया हुआ है, हम इसकी पुरजोर मजम्मत करते हैं। इस हमले की आड़ में हिंदुस्तान के मीडिया ने मुझे मोर्द इल्जाम ठहराया, फौरी तौर पर पाकिस्तान पर इल्जाम तराशी की है और गुज़श्ता 24 घंटे हिंदुस्तान का मीडिया इल्जाम तराशियों पर उतरा हुआ है, तो ये भी नहायत अफसोसनाक वाक़या है। और अब हिंदुस्तान ने सिंतास मुआहदे को भी मुस्तरद कर दिया है और मुअत्तल कर दिया है और पाकिस्तान के वो पानियों को रोकना चाहता है और पाकिस्तान की ज़राअत को, पाकिस्तान की सनत को वो तबाह करना चाहता है। वो एक जंगी दुश्मन है। उसने मकबूजा कश्मीर में भी 10 लाख फौज भेज के एक जंग की कैफियत पैदा की हुई है और वो पाकिस्तान के अमन को भी तबाह करना चाहता है। तो हम हिंदुस्तान के अज़ैम को समझते हुए दुनिया से ये मुतालबा करते हैं कि वो आंखें बंद करके हिंदुस्तान की हिमायत करने की बजाय वो हक और सच के साथ खड़े हों, हिंदुस्तान की जारहियत की मजम्मत दुनिया करे। और ये जो कश्मीर के इलाका पहलगाम में हिंदुस्तान ने खुद साख्ता ड्रामा रचाया है, हम इसको मुस्तरद करते हैं। ये उसकी सोची समझी साजिश है और इसका हक़ायक़ के साथ पाकिस्तान या पाकिस्तान के किसी पुरअमन शहरी के साथ हरगज कोई ताल्लुक नहीं। മനോഹരങ്ങളായ തടാകങ്ങളും മഞ്ഞുമലകളും ഹരിതാഭമായ താഴ്വാരങ്ങളും നിറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിലൊന്നാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാം. വിശാലമായ പുൽമേടുകളും പൈൻമരങ്ങളുമുള്ള ബൈസരൻ താഴ്വര. ആ താഴ്വരയെ രക്തകലുഷിതമാക്കിയതിനു ശേഷം ഞാനൊന്നും അറിയില്ലേ എന്ന് മുതലക്കണ്ണീർ ഒഴുക്കിയാൽ ഭാരതം നിന്നെപ്പോലുള്ള തീവ്രവാദികളോട് ക്ഷമിക്കുമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. യുദ്ധം ചെയ്യാതെ തന്നെ നിന്നെപ്പോലുള്ള ഭീകരരെ മര്യാദ പഠിപ്പിക്കാൻ അറിയാവുന്നവരാണ് നിലവിൽ ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് സമാധാനപ്പെട്, ഇത് വെറും തുടക്കം മാത്രമാണ്. ലഷ്കർ-ഇ-തോയ്ബയുടെ ഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൽ 26 നിരപരാധികളാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 25 പേർ വിനോദസഞ്ചാരികളും ഒരാൾ പ്രദേശത്ത് നിന്ന് തന്നെയുള്ള കുതിര സവാരിക്കാരനുമാണ്. ആളുകളുടെ മതം തിരഞ്ഞുള്ള ആക്രമണം കശ്മീർ താഴ്വരയിൽ വർഷങ്ങളായി തുടരുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിന്റെ വ്യക്തമായ ഉദാഹരണമായും വിലയിരുത്തപ്പെടുന്നു. 90കളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ചത് ഈ ആക്രമണം അതേ വിദ്വേഷ ആശയത്തിന്റെ തുടർച്ചയാണെന്നും വ്യക്തമാക്കുന്നു. അതേസമയം പാകിസ്ഥാനും അവരുടെ ജിഹാദ് ഫാക്ടറികളും പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘടനകൾ സമാധാനപരവും ബഹുസ്വരവും ഏകീകൃതവുമായ ജമ്മു കാശ്മീർ എന്ന ആശയം സഹിക്കാൻ കഴിയാത്തതിനാൽ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. പൂർണ്ണ സമാധാനത്തിലേക്ക് പോകുന്ന കശ്മീർ ജനതയെ ഭയപ്പെടുത്താനുള്ള ഭീകരവാദികളുടെ അവസാന ശ്രമമാണ് ഇതെന്നും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പഹൽഗാമിൽ സംഭവിച്ചത് ഇന്ത്യൻ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. കശ്മീർ താഴ്വരയിലായാലും ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും ഹിന്ദുക്കൾ ബഹുസ്വരതയ്ക്കോ സഹിഷ്ണുതയ്ക്കോ ജനാധിപത്യത്തിനോ സ്ഥാനമില്ലാത്ത തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിന്റെ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളതാക്കുകയാണ്. ദൈവനിന്ദ നിയമങ്ങൾ നിരന്തരം ആയുധമാക്കപ്പെടുന്നതായും ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ കുറേ നാളുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിതമായി മതം മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. 2024 ആദ്യ 10 മാസത്തിനുള്ളിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള 100-ലധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിന്ദു ഒഴികെയുള്ള എല്ലാ ആഗോള ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ലിബറലുകൾ ശക്തമുയർത്തുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കണ്ണടച്ചിരിക്കുകയാണെന്ന വാദവും ശക്തമായി തന്നെ ഉയർന്നു വരുന്നു. ഹിന്ദുക്കളുടെ വേദന ആഗോള മനസ്സാക്ഷിക്ക് ഇത്ര അരോചകമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മാത്രമാണ് മനസ്സിലാവാത്ത ഒരു കാര്യം.